ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട കുറേ ഡെവലപ്മെൻറ്റ്സ് ആണ്. അതിനകത്ത് ബംഗ്ലാദേശികൾ കൂട്ടം കൂട്ടമായിട്ട് നാട് വിടുകയാണ്. അതായത് ഇത്രത്തോളം ആൾക്കാർ ഇന്ത്യക്കുള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ് പുതുമയായിട്ട് ഗവൺമെൻറ് അറിയുന്ന കണക്കുള്ള ചില വാർത്തകളാണ് കാണാൻ കഴിയുന്നത്. ഇതിൽ ശരിക്കും നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യക്കുള്ളിൽ ഇത്രമാത്രം ബംഗ്ലാദേശികൾ തിങ്ങിപ്പാർക്കുന്നുണ്ടെന്നുള്ളത്. ഇപ്പം ഈ SIR നടപ്പിലാക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ശരിക്കും നവംബർ പകുതിയോടുകൂടിയാണ് ഏറ്റവും കൂടുതൽ ഈ SIR ശക്തമായ രീതിയിൽ നടപ്പിലാക്കിയത്. ശരിക്കും നോർത്ത് ഇന്ത്യയുടെ സൈഡിൽ പ്രത്യേകിച്ച് വെസ്റ്റ് ബംഗാളിൻ്റെ ഉള്ളിലൊക്കെ വീടാന്തരം പോയിട്ട് ഇതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ചോദിച്ച് ഈ SIRൻ്റെ ഫോം പൂരിപ്പിക്കേണ്ട ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. അപ്പോൾ അങ്ങനെ പോകുന്ന സാഹചര്യങ്ങളിൽ ഈ നോർത്ത് ഇന്ത്യയിൽ ഉടനീളം സ്പ്രെഡായി കിടക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഈ ബംഗ്ലാദേശികൾ. നമ്മളെ വെസ്റ്റ് ബംഗാളിലുള്ള ബംഗാളികളല്ല, ബംഗ്ലാദേശിലുള്ള ബംഗ്ലാദേശികളായിട്ടുള്ള ബംഗാളികൾ. ഹക്കിംപൂർ ചെക്ക് പോസ്റ്റാണ് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷൻ. ആ ചെക്ക് പോസ്റ്റിലൂടെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ തിരക്കി ശരിക്കും ബംഗ്ലാദേശിലോട്ട് കടന്നു പോകുന്നത്. അപ്പോൾ അതായത് സോഷ്യൽ മീഡിയയിൽ ഒരു പരസ്യം കണ്ടത്ര ഇപ്പം നാടുവിടുന്ന ഇല്ലീഗൽ എമിഗ്രൻറ്റുകൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, സ്മൂത്തായിട്ട് ബോർഡർ കടത്തി വിടും, നിങ്ങൾക്ക് സൗകര്യപൂർവ്വം അങ്ങോട്ട് കടന്നു ചെല്ലാം. പക്ഷേ ഈ SIRൻ്റെ പ്രക്രിയയും കാര്യങ്ങളെല്ലാം തീർന്നു കഴിഞ്ഞാൽ പിന്നീട് പിടിക്കപ്പെട്ടാൽ ഡിറ്റൻഷൻ സെൻറ്റർ ആയിരിക്കും എന്നുള്ളൊരു പ്രസ്താവന സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ പേടിച്ചിട്ടാണ് പകുതി മുക്കാൽ ബംഗ്ലാദേശികളും ഇപ്പം നാട് വിടുന്നത് പറഞ്ഞാൽ ചില ദിവസങ്ങളിൽ ഹക്കിംപൂർ ചെക്ക് പോസ്റ്റിൽ 100 പേരാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 1500 പേര് 1600 പേരാണ് പെർ ഡേ ക്രോസ് ചെയ്ത് പോകുന്നത്. അതായത് ഇന്ത്യയിൽ നിന്നും ബംഗ്ലാദേശിലോട്ട് പോകുന്നത്. അതായത് ഷേഖ് ഹസീന പദവിയിൽ നിന്നും രാജിവെക്കേണ്ടി വന്നത് ഒരുപക്ഷെ നല്ലതാണ് എന്നുള്ള തോന്നൽ എനിക്കിപ്പോൾ വരുന്നുണ്ട്. കാരണം ഷേഖ് ഹസീനയാണ് അവിടെ ഭരിച്ചുകൊണ്ടിരുന്നുണ്ടെങ്കിൽ ഇവിടെ ബംഗ്ലാദേശിൽ ഈ ഒരു പ്രവൃത്തി ഒരുപക്ഷെ ഇന്ത്യ ഇത്ര എഫക്റ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഈ രീതിയിൽ ബംഗ്ലാദേശികൾ ഇന്ത്യയിൽ നിന്നും കൂട്ടമായിട്ട് പലായനം ചെയ്ത് പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോഴത്തേക്കും അവർ അവിടെ നിന്നും ഇന്ത്യൻ ഗവൺമെൻറ്റുമായിട്ട് വിളിച്ച് സംസാരിക്കുകയും അവർ വിയോജിപ്പ് രേഖപ്പെടുത്താനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. പക്ഷേ അതേ സാഹചര്യത്തിൽ ഇപ്പം ഷേഖ് ഹസീന അവിടെ ഭരിക്കുന്നില്ല, ഇപ്പം ശരിക്കും യൂനസ് ആണ്. അപ്പോൾ ഇന്ത്യക്ക് കടുംപെട്ട തീരുമാനം എടുക്കാം. അപ്പോൾ അതുകൊണ്ട് യുവമാരെ ഓട്ടിച്ചിട്ടടിക്കാം. അപ്പോൾ ആ രീതിയിൽ കുറച്ച് ഷേഖ് ഹസീന ഇപ്പം മാറി നിന്ന ഈ ഒരു ഇടപെട്ട കാലത്തിൽ ഇന്ത്യക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഈ പ്രവൃത്തി വളരെ എഫക്റ്റീവായിട്ട് തന്നെ ഇന്ത്യ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ശരിക്കും പേടിച്ചിട്ട് ബംഗ്ലാദേശികൾ നാട് വിടുകയാണ്. ഇപ്പോൾ കേരളത്തിലും ഇപ്പോൾ ഈ SIRുമായിട്ട് ബന്ധപ്പെട്ട് കോടതിയിൽ ഇപ്പം പെറ്റീഷൻ മൂവ് ചെയ്തിരിക്കുകയാണ്, കുറച്ച് ടൈം ലൈൻ നീട്ടി കിട്ടാൻ വേണ്ടിയിട്ട്. അതായത് എന്ത് പ്രവൃത്തി കൊടുത്താലും കേരളത്തിൽ കുറച്ച് ടൈം ലൈൻ എന്തായാലും വേണ്ടി വരും. അപ്പം അത് കേരളത്തിന് മാത്രമല്ല, ശരിക്കും ഇങ്ങനത്തെ കുറച്ച് സ്റ്റേറ്റുകളുണ്ട് സ്പെസിഫിക് ആയിട്ട്. അവർ പെട്ടെന്നൊന്നും കാര്യങ്ങൾ പൂർത്തിയാക്കത്തില്ല, പെട്ടെന്ന് കണക്ക് കൊടുക്കത്തില്ല, പെട്ടെന്ന് എന്തെങ്കിലും സെൻട്രൽ ഗവൺമെൻറ് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യില്ല, അങ്ങനെയൊക്കെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ ഇപ്പം കോടതി പറഞ്ഞിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ആലോചിച്ചിട്ട് ഇലക്ഷൻ കമ്മീഷന് പെറ്റീഷൻ കൊടുത്ത് അവരുടെ സൈഡിൽ നിന്നും ഒരു അപ്രൂവൽ വാങ്ങി നിങ്ങൾക്ക് എത്രയാണോ ഡേറ്റ് വേണ്ടത് അതനുസരിച്ച് മുന്നോട്ട് പോകുക എന്നാണ് കേരളത്തിന് ഇപ്പം കോടതി കൊടുത്തിരിക്കുന്ന ഒരു ഉത്തരവ്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഇത് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് എക്സ്റ്റെൻഡഡ് ടൈം വേണ്ടി വരും. കാരണം ആ ടൈം ലൈൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഫോം സബ്മിറ്റ് ചെയ്യാൻ വിട്ടുപോയ ആൾക്കാർ, വേറെ ഏതെങ്കിലും തിരക്കിൽപ്പെട്ട ആൾക്കാർ, അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർക്കും കൂടി പ്രത്യേകിച്ച് NRIs ഗൾഫിലുണ്ടായിരുന്ന ആൾക്കാർ, അപ്പോൾ ഇവർക്കൊക്കെ ഈ ഫോം സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് എക്സ്റ്റെൻഡഡ് ടൈം ലൈൻ കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ എന്തായാലും ഈ SIR ഫോം സബ്മിറ്റ് ചെയ്യുന്നതോടുകൂടി ഇത് നിർത്തരുത്, ഇത് തുടർന്ന് കൊണ്ടുപോകണം. കാരണം തിരക്കെന്ന് പറഞ്ഞാൽ അമ്മാതിരിയുള്ള തിരക്കാണ്. അത്രമാത്രം ബംഗ്ലാദേശികളാണ് ഇന്ത്യയിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നത്. ഇതിൽ പല ആൾക്കാരും അവിടെ ബോർഡറിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് പലരും കാശ് കൊടുത്ത് ബ്രോക്കറെ വെച്ചിട്ട് ഇന്ത്യക്കുള്ളിൽ വന്ന് സെറ്റിലായ ആൾക്കാർ വരെ ഉണ്ട്. ഇതിനകത്ത് വ്യക്തിപരമായിട്ട് കുറേ ആൾക്കാർ അവരുടെ ഇൻഡിവിജ്വൽ സ്റ്റോറി, അവർ ഇന്ത്യക്കുള്ളിൽ കടന്നു വന്നതും അവർ പൈസ ചിലവാക്കിയിട്ട് ഇവിടെ വന്നതും ഇവിടെ വന്നിട്ട് അവർ ചെയ്യുന്ന ജോലിയും അവർ പെടുന്ന കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് സ്റ്റോറികളൊക്കെ ഉണ്ട്. അതൊന്നും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇത് ഇല്ലീഗലായിട്ട് അവർ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത് വന്നതാണ്. അപ്പോൾ അതിനനുസരിച്ച് ഇല്ലീഗലാണെന്നുണ്ടെങ്കിൽ അവർ പുറത്ത് പോകേണ്ട ആൾ തന്നെയാണ്, അതിൽ യാതൊരു മാറ്റവും ഇല്ല. അപ്പോൾ അതിനെ ആ രീതിക്ക് കണ്ടാൽ മതി. ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ആൾക്കാർ ഉടായ്പിലൂടെ ആധാർ കാർഡ് അതേപോലെ ഇലക്ഷൻ ID ഒക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അവരെല്ലാവരും കൂടി ഇപ്പം മടങ്ങി പോകേണ്ട സാഹചര്യമാണ്. കാരണം വേറെ ഒന്നുമില്ല, ഈ ഫേക്ക് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് എല്ലാം ഈ SIR സബ്മിറ്റ് ചെയ്യുന്നതോടുകൂടി റിവീൽ ചെയ്യപ്പെടും. അതാണ് പ്രധാനപ്പെട്ട പേടി. അപ്പോൾ പിന്നെ ഇവർക്ക് കടന്നു കയറി വന്നതിന് മാത്രമല്ല ഫോർജറി ആ ഒരു കേസിലും ഇവർ പെടും. അപ്പോൾ അങ്ങനെ പേടിയിൽ മുങ്ങാണ്. അത് നമ്പർ 1. എത്രത്തോളം ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകുന്നു അത്രത്തോളം നല്ലത്. അതൊരു സൈഡിൽ നിൽക്കേ, ഇപ്പം 2 സ്റ്റേറ്റുകൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒന്ന് കേരളം, മറ്റൊന്ന് വെസ്റ്റ് ബംഗാൾ. കേരളത്തിൽ എത്രമാത്രം ബംഗാളികൾക്ക് വോട്ടവകാശമുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും കേരളത്തിലും ഇത് നടപ്പിലാക്കുമ്പോൾ പെരുമ്പാവൂർ കാലിയാവും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ പെരുമ്പാവൂരാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ അതിഥി തൊഴിലാളികൾ അഥവാ ഇനി അന്യ സംസ്ഥാന തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലം കേരളത്തിൽ. ആലുവ, പെരുമ്പാവൂർ പോലത്തെ സ്ഥലങ്ങളൊക്കെ ഇനി കുറച്ച് വൃത്തിയാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും വെസ്റ്റ് ബംഗാളിൽ മമതാ ബാനർജിക്കാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ബംഗ്ലാദേശികളെ കൊണ്ടുവന്ന് അവർക്ക് ഇലക്ഷൻ ID ഒക്കെ കൊടുത്ത് വോട്ട് വാങ്ങിച്ച് കസേരയിൽ ഇരിക്കുന്നു എന്നുള്ളൊരു ആരോപണം മമതാ ബാനർജിക്കെതിരെ ഉണ്ട്.
അപ്പോൾ എന്തായാലും തൃണമൂൽ കോൺഗ്രസിൻ്റെ മമതാ ബാനർജി ഇച്ചിരി ബുദ്ധിമുട്ടിലാണ്, പരുങ്ങലിലാണ്. ഇനിയിപ്പോൾ ഇത് തെളിയിക്കേണ്ടത് അവർ തന്നെയാണ്. അടുത്ത ഇലക്ഷനിൽ അവർ തെളിയിക്കണം. അതാണ് ഇനി ചെയ്യേണ്ടത്. കാരണം അവരങ്ങനെയല്ല വോട്ട് നേടിയിരിക്കുന്നുണ്ടെങ്കിൽ അടുത്ത ഇലക്ഷനിൽ വിജയിക്കാമല്ലോ. അതായത് വെസ്റ്റ് ബംഗാളിലെ ജനങ്ങൾ മനഃപൂർവ്വം തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ രീതിക്ക് മുന്നോട്ട് പോകാം. ഒരു സ്റ്റേറ്റിൽ വോട്ട് വിഹിതം അനുസരിച്ച് അവർ വിജയിച്ചു, അതൊക്കെ ഓക്കെയാണ്. പക്ഷേ SIR നടപ്പിലാക്കിക്കൊണ്ട് ബംഗ്ലാദേശികൾ കൂട്ടത്തോടെ പലായനം ചെയ്യുന്നത്, പ്രത്യേകിച്ച് 24th നോർത്ത് ബർഗനാസ് എന്ന് പറഞ്ഞ ആ ഒരു ഡിസ്ട്രിക്റ്റിൽ നിന്നും ഹക്കിംപൂർ ഗേറ്റിലൂടെ ദിവസേന 1500 ആൾക്കാർ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ബംഗ്ലാദേശിലോട്ട്. അപ്പോൾ നിങ്ങൾ നോക്കിക്കോണം എത്രമാത്രം തിരക്കാണ്, ബംഗ്ലാദേശികളുടെ തിരക്കാണ് വെസ്റ്റ് ബംഗാളിൻ്റെ ഉള്ളിൽ എന്നുള്ളത്. അതുപോലെ തന്നെ ഇന്ത്യ അടുത്ത സെറ്റ് ഓഫ് ഡ്രോൺ പർച്ചേസ് നടത്താൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഹെറോൺ MK2 എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വരുന്ന ഡ്രോൺ ആണ് പർച്ചേസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ അടുത്ത് നിന്ന് പ്രൊക്യൂർമെന്റ് നടത്താനാണ് തീരുമാനം. ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ ഈ ഒരു ഡ്രോൺ ഉപയോഗിച്ചതായിട്ടുള്ള വാർത്തകളൊക്കെ ഉണ്ട്. ഇസ്രായേൽ ശരിക്കും 30% മെയ്ഡ് ഇൻ ഇന്ത്യ പ്രോഡക്റ്റ് ഇൻബിൽഡ് ചെയ്തുകൊണ്ട്, അതായത് ഒരു കൊളാബറേഷൻ ചെയ്തുകൊണ്ട് 30% മെയ്ഡ് ഇൻ ഇന്ത്യ പ്രോഡക്റ്റുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യക്ക് റീഫ്യൂവലേഴ്സ് ബിൽഡ് ചെയ്ത് സപ്ലൈ ചെയ്യാൻ തയ്യാറാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. റീഫ്യൂവലർ എന്ന് പറഞ്ഞാൽ അറിയാലോ, അതായത് നമ്മൾ എയറിൽ വെച്ചിട്ട് തന്നെ നമുക്ക് റീഫ്യൂവൽ ചെയ്യാൻ പറ്റും. ഫൈറ്റർ ജെറ്റുകൾക്ക് ലോങ് ടൈം പറക്കേണ്ടതുണ്ടെങ്കിൽ റീഫ്യൂവലിൻ്റെ ആവശ്യമുണ്ട്. ആ റീഫ്യൂവലറാണ് ശരിക്കും എയറിൽ വെച്ച് തന്നെ നമുക്ക് റീഫ്യൂവലിംഗ് ചെയ്യാൻ പറ്റും. അങ്ങനെ റീഫ്യൂവലർ എയർക്രാഫ്റ്റ് നിർമ്മിക്കാനാണ് ഇസ്രായേൽ ഇന്ത്യയുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഈ ഒരു പദ്ധതി തുടക്കം കുറിക്കുന്നത്. GEയുടെ 5ാമത്തെ എഞ്ചിൻ F404 തേജാസ് ഫൈറ്റർ ജെറ്റിൻ്റെ ഭാഗമായിട്ട് 5ാമത്തെ എഞ്ചിൻ ഇറക്കുമതി ചെയ്യും. നെക്സ്റ്റ് വീക്ക് ഇന്ത്യയിൽ എത്തും എന്നാണ് പറയുന്നത്. ഇന്ത്യ അമേരിക്കയ്ക്കും ചൈനയ്ക്കും ബദലായിട്ട് ഒരു ആയുധ കച്ചവടത്തിൽ ഡോമിനേഷൻ നേടുന്ന ഏഷ്യൻ രാജ്യമായിട്ട് മാറുകയാണ്. പ്രത്യേകിച്ച് ഏഷ്യൻ സൈഡിൽ തന്നെ ഇന്ത്യ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതിന് ഉദാഹരണമായിട്ട് ഫിലിപ്പൈൻസ്, ഇന്തോനേഷ്യ പോലത്തെ രാജ്യങ്ങളൊക്കെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഇത് ചൈനയ്ക്കും അമേരിക്കയ്ക്കും ഈ ഡിഫൻസ് മാർക്കറ്റിൽ ഒരു ബദലായിട്ട് മാറി വരികയാണ് ഇന്ത്യ എന്നുള്ളതാണ് ഇതിൻ്റെ സൂചന. DRDO 148 പുതിയ R&D വർക്കുകൾക്ക് സാങ്ഷൻ വിധിച്ചിരിക്കുകയാണ്. അതായത് തടഞ്ഞു വെച്ചിരിക്കുകയാണ് 148 റിസർച്ച്. അതെന്താ വെച്ചാൽ വേണ്ടത്ര രീതിയിൽ ഗൗരവകരമായിട്ട് ഈ റിസർച്ച് അനാലിസിസ് ഡെപ്തിൽ കൊണ്ടുപോയില്ല എന്നുള്ളതിൻ്റെ ആ ഒരു കുറവ് അതിനകത്ത് കണ്ടതുകൊണ്ടാണ് ഈ 148 പ്രോജക്റ്റുകൾക്ക് തടസ്സം വിധിച്ചിരിക്കുന്നത്. അതേപോലെ ഇന്നലെ ഒഡീഷയുടെ ബംഗാൾ ഓഷ്യൻ്റെ തീരത്ത് ഇന്ത്യ നോട്ടം പ്രഖ്യാപിച്ചിരുന്നു. അത് 6-ാം തീയതി 7-ാം തീയതി ആയിരുന്നു പ്രഖ്യാപിച്ചിരുന്നത് പ്രാഥമികമായിട്ട് മിസൈൽ പരീക്ഷണത്തിന് വേണ്ടിയിട്ട്. അത് ഇന്നലെ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് പുതിയ നോട്ടീസ് ടു എയർമാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് 11-ാം തീയതിയാണ്. ഡിസംബർ 11-ാം തീയതി ഈ മിസൈൽ പരീക്ഷണം ഇന്ത്യ കണ്ടക്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേൽ ഇന്ത്യയുടെ അടുത്ത് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഹമാസിന് തീവ്രവാദ പട്ടികയിൽ ഉൾപ്പെടുത്തണം. അങ്ങനെ ഉൾപ്പെടുത്തുന്നെങ്കിൽ വളരെ നന്നായിരിക്കും. കാരണം ഇന്ത്യയും ഇസ്രായേലും സമാനമായ തീവ്രവാദ ഭീഷണിയാണ് നേരിടുന്നത്. ഈ തീവ്രവാദ സംഘടനകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് കോർഡിനേഷൻ ഉണ്ട്. അവർ ഓർഗനൈസ് ചെയ്തിട്ട് തന്നെയാണ് ഈ തീവ്രവാദ ആക്രമണങ്ങളൊക്കെ നടത്തുന്നത്. ഇന്ത്യക്ക് ഇസ്രായേലിന് സമാനമായ രീതിയിലുള്ള ഭീഷണികളുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇസ്രായേൽ പല രീതിയിലുള്ള ഇന്റലിജൻസ് വിവരങ്ങൾ ഇന്ത്യക്ക് കൈമാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം തന്നെ കൺസിഡർ ചെയ്തുകൊണ്ട് ഹമാസിനെ തീവ്രവാദ പട്ടികയിൽ ഉൾപ്പെടുത്തണം ഇന്ത്യ എന്നാണ് ഇസ്രായേൽ പറയുന്നത്. അതായത് നിർബന്ധമായിട്ട് പറയുന്നതല്ല, ഒരു സൂചനയാണ് അവർ പറയുന്നത്. തീർച്ചയായിട്ടും അത് അങ്ങനെ പെടുത്തിയെങ്കിൽ വളരെ നന്നായിരിക്കും എന്നാണ് ഇസ്രായേൽ അഭിപ്രായപ്പെടുന്നത്. വീണ്ടും പാകിസ്ഥാനിൽ പൊട്ടിത്തെറി. ഈ പാകിസ്ഥാൻ്റെ പ്രൈം മിനിസ്റ്റർ ഷഹബാസ് ഷെരീഫ് ഇപ്പം ഔട്ട് ഓഫ് സ്റ്റേഷനാണ്. അത് പലരും ഈ ഷഹബാസ് ഷെരീഫ് നാട് വിട്ടു പോയി എന്നുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. നാട് വിട്ടു പോയതല്ല, പുള്ളിക്കാരൻ ഒരു ചെറിയ കാരണം. ആ കാരണം എന്ന് പറഞ്ഞാൽ അസീം മുനീറിന് ഷഹബാസ് ഷെരീഫിനെ കൊണ്ടൊരു ആവശ്യമുണ്ട്, പ്രൈം മിനിസ്റ്ററിൻ്റെ സിഗ്നേച്ചറിൻ്റെ ആവശ്യം. അത് എന്തിനാണെന്ന് പറഞ്ഞാൽ, അതായത് ഇയാളൊരു സുപ്രീം ലീഡറായിട്ട് ഇയാൾ ഇതിനെ അപ്ഗ്രേഡ് ചെയ്തിരിക്കുകയാണ്. അതായത് ഒരു ഏകാധിപതി, ഡിക്റ്റേറ്റർഷിപ്പ്, അതിന് വേണ്ടിയിട്ട് ഈ പണ്ട് യഹിയ ഖാനൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനേക്കാളും കൂടുതൽ പവർ കിട്ടുന്ന രീതിയിലുള്ള ഒരു പൊസിഷനാണ് ഇപ്പം അസീം മുനീർ സംഘടിപ്പിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനൊരു അപ്രൂവൽ വേണം. ആ അപ്രൂവൽ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഷഹബാസ് ഷെരീഫ് വന്നിട്ട് ഒരു ഒപ്പിടണം. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണല്ലോ. ഒപ്പിട്ട് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ എന്നേക്കുമായിട്ട് ഒരു ഡിക്റ്റേറ്ററായിട്ട്, ഒരു ആർമി ചീഫ് ജനറലായിട്ട് ഇങ്ങനെ ഇരുന്ന് ആ രാജ്യത്ത് പല രീതിയിലുള്ള നിയമങ്ങൾ നടപ്പിലാക്കാം. അതായത് ഇമ്രാൻഖാനെ തട്ടണമെന്നുണ്ടെങ്കിൽ തട്ടാം, ഷഹബാസ് ഷെരീഫിനെ കസറിൽ നിന്ന് ഇറക്കി വിടണമെന്നുണ്ടെങ്കിൽ ഇറക്കി വിടാം. അപ്പോൾ ആ രീതിയിലുള്ള പരിപാടികളൊക്കെ നടക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഒപ്പിടണം. അപ്പോൾ ആ ഒപ്പിടാൻ വേണ്ടിയിട്ട് ഷഹബാസ് ഷെരീഫിന് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഇതിൻ്റെ പുറകിൽ ഷഹബാസ് ഷെരീഫിൻ്റെ ചേട്ടനായിട്ടുള്ള നവാസ് ഷെരീഫ്, ഈ നവാസ് ഷെരീഫ് ശരിക്കും ഉപദേശം കൊടുത്തിട്ടാണ് ഷഹബാസ് ഷെരീഫ് ഈ രീതിയിൽ പ്രവർത്തിക്കുന്നത് എന്നാണ് വാർത്തകൾ വരുന്നത്. എന്തായാലും നവാസ് ഷെരീഫ് ഇപ്പം UK-യിലാണ്. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരൻ എപ്പോഴും അബ്രോഡിലാണ്. കുറച്ച് നാൾ കൂടി ഷഹബാസ് ഷെരീഫ് ഇങ്ങനെ ലോകം ചുറ്റി നടന്നിട്ടേ വരുള്ളൂ. അതിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ പാകിസ്ഥാനിൽ തീരുമാനമുണ്ടായാൽ അത്രയ്ക്കും നല്ലത്. ഇനിയിപ്പോൾ ഇവർ തന്നെ പാകിസ്ഥാൻ്റെ ഉള്ളിൽ റിബലുകളെ വെച്ചുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ പൊട്ടിത്തെറിപ്പിക്കാനും ഒരു അൺസർട്ടനിറ്റി ക്രിയേറ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. അതായത് ഈ ഭരണകക്ഷിയായിട്ടുള്ള ഈ ഡെമോക്രസി എന്ന് പറഞ്ഞ പേരിൽ ഈ പക്ഷത്ത് നിൽക്കുന്ന, ഈ പൊളിറ്റിക്കൽ സൈഡിൽ നിൽക്കുന്ന ഈ പൊളിറ്റിക്കൽ വിങ്, നവാബ് ഷെരീഫ്, ഷഹബാസ് ഷെരീഫ്, ആസിഫ് അലി സർദാരി,
ഇമാതിരിപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ടല്ലോ, ഈ ആൾക്കാരെല്ലാവരും കൂടി ചേർന്നിട്ട് അസീം മുനീറിന് പണി കൊടുക്കാനുള്ള തീരുമാനമാണോ നമുക്കറിയില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ വൈകാതെ തന്നെ ഒരു കലാപഭൂമിയായിട്ട് മാറും. അവർ ഇന്ത്യയുടെ പേരും അഫ്ഗാനിസ്ഥാന്റെ പേരൊക്കെ പറഞ്ഞുകൊണ്ട് പാകിസ്ഥാന്റെ ഉള്ളിൽ ഇവർ തന്നെ പൊട്ടിത്തെറിപ്പിക്കും. ഈ പൊട്ടിത്തെറിപ്പിച്ചിട്ട് ഈ അസീം മുനീറിനെ എങ്ങനെയെങ്കിലും ഈ പൊസിഷനിൽ നിന്നും താഴെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇവർ നടത്തും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാവാം ചിലപ്പോൾ ഇയാൾ ഇങ്ങനെ മുങ്ങി നടക്കുന്നത്, ഒപ്പിടാൻ വേണ്ടിയിട്ട് വരാത്തത്. ഈ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഇയാൾക്ക് പൊസിഷൻ കിട്ടും, അതാണ് സംഗതി. പിന്നെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പൊസിഷൻ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും വലിയ കാര്യമൊന്നുമില്ല. അവിടെ ശരിക്കും ആർമിക്കാണ് അവിടെ റോള്, ആർമിക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം. അപ്പോൾ ആ രീതിയിൽ ആർമിയുടെ തലപ്പത്ത് പേരിക്കുന്നത് അസീം മുനീർ തന്നെയാണ്. 3 വർഷത്തെ കാലാവധി പൂർത്തിയായി, ഇനി ഒരു 5 വർഷത്തേക്ക് കൂടി നീട്ടിക്കിട്ടും. അപ്പോൾ മൊത്തത്തിൽ ഒരു 10 വർഷം ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇയാൾ പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇയാൾ നിയമം മാറ്റും. അപ്പോൾ ഈ വീണ്ടും 5 വർഷത്തേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ആജീവനാന്തം കസേരയിലിരിക്കാൻ വേണ്ടിയിട്ട് അസീം മുനീറിന്റെ പദ്ധതി, ആ പദ്ധതിയെ ഇഷ്ടപ്പെടാത്ത പാകിസ്ഥാനിലെ പൊളിറ്റിക്കൽ വിങ് അവിടുത്തെ പ്രൈം മിനിസ്റ്ററിനെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നു മറ്റുള്ള രാജ്യത്തേക്ക്. അതിന്റെ കാരണം വേറെ ഒന്നുമില്ല, ഇത് തന്നെയാണ് അതിന്റെ കാരണം. അല്ലാതെ പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ ഒളിച്ചോടിയതല്ല, അയാൾ മാറി താമസിക്കുകയാണ്. സംഭവം ഇതാണ് അതിന്റെ പ്രശ്നം. അപ്പോൾ അങ്ങനെ ഇന്നലെ പാകിസ്ഥാന്റെ ഉള്ളിൽ ബലൂചിസ്ഥാൻ മേഖലയിൽ വീണ്ടും പൊട്ടിത്തെറി, 8 പാകിസ്ഥാനി സോൾജേഴ്സ് വീണ്ടും കൊല്ലപ്പെട്ടു എന്നാണ് വാർത്തകൾ വരുന്നത്. അതോടൊപ്പം 4 റിബലുകൾ കൂടി കൊല്ലപ്പെട്ടിട്ടുണ്ട്. 4 റിബലുകൾ, അതായത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ. ഇന്ത്യ ഇന്നലെ പാകിസ്ഥാന് വേണ്ടി എയർ സ്പേസ് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം, ആ ഒരു അറ്റാക്കിന് മുമ്പ് തൊട്ട് തന്നെ, ഇൻഫാക്ട് പഹൽഗാം ആക്രമണത്തിന് ശേഷം ഓപ്പറേഷൻ സിന്ദൂർ, അതിനെ തുടർന്ന് മൊത്തത്തിൽ ക്ലോസ് ചെയ്ത് വെച്ചിരുന്ന ഇന്ത്യയുടെ എയർ സ്പേസ് ഇന്ത്യ തുറന്നു കൊടുത്തിരുന്നു പാകിസ്ഥാന് വേണ്ടിയിട്ട്. അത് ഒറ്റൊരു കാരണമാണ്, ശ്രീലങ്കയ്ക്ക് എയ്ഡ് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഷട്ടിൽ ഫ്ലൈറ്റ് അതിലേക്ക് കടന്നുപോയി. അപ്പം അത് ഇന്ത്യ ഓക്കെ പറഞ്ഞിട്ട്, ഇന്ത്യയുടെ അനുവാദത്തോടു കൂടി തന്നെയാണ് ഇന്ത്യയുടെ എയർ സ്പേസ് പാകിസ്ഥാൻ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു എയ്ഡ് ഈ മഴക്കെടുതിയിൽ, അതായത് ഈ ഡിറ്റ്വ എന്ന് പറഞ്ഞ ന്യൂനമർദ്ദത്തിൽപ്പെട്ട് ശരിക്കും ആ ഒരു സൈക്ലോണിൽ അഫക്റ്റഡ് ആയ ശ്രീലങ്കയ്ക്ക് വേണ്ടിയിട്ടുള്ള സഹായം കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫ്ലൈറ്റ് സർവീസ് പാകിസ്ഥാനിൽ നിന്നും ശ്രീലങ്കയിലേക്ക് പോയത്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്ത്യ ഈ എയർ സ്പേസ് ഓപ്പൺ ചെയ്ത് കൊടുത്തത്. ഇത് സ്പെസിഫിക് ആണ് കേട്ടോ, കേസ് ടു കേസ്. ആ ഒരു വിഷയത്തിന് വേണ്ടി മാത്രമാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അല്ലാത്ത പക്ഷം പാകിസ്ഥാന് ഇന്ത്യൻ എയർ സ്പേസ് ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷന്റെ തലപ്പത്ത് വീണ്ടും ഇന്ത്യ സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. വോട്ടിങ്ങിലൂടെ തന്നെയാണ് തിരഞ്ഞെടുത്തത്, വോട്ടിട്ടത് ഇപ്പോൾ ഇന്ത്യ തന്നെയാണ് അത് ലീഡ് ചെയ്യുന്നത്. ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ, IMO എന്ന് വിളിക്കും. ഈ IMO ഇപ്പോൾ 2026 ലീഡ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയാണ്. അതായത് ഈ മാരിടൈം പ്രൊട്ടക്ഷൻ, ഇമാതിരിപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ഇന്ത്യ വേണം എല്ലാവർക്കും. പക്ഷേ അതേസമയം ഇന്ത്യ കുറച്ച് കച്ചവടം നടത്തി ഇച്ചിരി പച്ച പിടിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സഹിക്കില്ല. ഇതാണ് ഈ വെസ്റ്റേൺ രാജ്യങ്ങളുടെ കുഴപ്പം ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ എന്തായാലും ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷന്റെ തലപ്പത്ത് ഇന്ത്യ തന്നെയാണ് തുടരുന്നത്. ഈ കൗൺസിലിന്റെ അടുത്ത ഇലക്ഷൻ 2027 നടക്കുന്നത്. അപ്പോൾ 2027 വരെ, 2026 അവസാനം, എൻഡ് ഓഫ് 2026, 2027 വരെ ഇന്ത്യ തന്നെയായിരിക്കും തുടരുന്നത്. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ആ ഒരു ബൈലേറ്ററൽ റിലേഷൻഷിപ്പ്, അഥവാ അയൽവക്ക രാജ്യമല്ലേ, അപ്പം എങ്ങനെയാണ് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള രീതിയിലൊരു ചോദ്യം ഉന്നയിച്ച സമയത്ത് ഇന്ത്യയുടെ നേവൽ ചീഫ് അഡ്മിറൽ ദിനേശ് ത്രിപാഠി, പുള്ളിയെടുത്താണ് ചോദ്യം ഉന്നയിച്ചത്. പുള്ളി പറഞ്ഞത് ശരിക്കും 2026 ബംഗ്ലാദേശ് ഇലക്ഷൻ നടത്തി പുതിയ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇലക്ടഡ് ഗവൺമെന്റ് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഇന്ത്യ ബംഗ്ലാദേശുമായിട്ട് ഒരു നോർമൽ റിലേഷൻഷിപ്പിലേക്ക് പോവുക എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നേവി ചീഫ് അഡ്മിറൽ ദിനേശ് ത്രിപാഠി ഈ ഒരു ഉത്തരമാണ് പറഞ്ഞത്. ശരിക്കും ഇന്ത്യയുടെ ആ ഒരു ലാംഗ്വേജ് തന്നെയാണ് പുള്ളിക്കാരൻ സംസാരിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യയുടെ താല്പര്യം അത് തന്നെയാണ്. ഇന്ത്യ ആ രീതിയിൽ തന്നെയായിരിക്കും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നിലവിൽ ബംഗ്ലാദേശുമായിട്ട് നമുക്ക് ആ രീതിയിൽ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. കാരണം അവിടെ ഇരിക്കുന്നത് ഇന്ത്യക്കെതിരെ നിലപാടെടുക്കുന്ന, ഇന്ത്യയെ പിന്നിൽ നിന്നും കുത്തുന്ന രീതിയിലുള്ള സ്വഭാവം കാണിക്കുന്ന ഒരു സർക്കാരാണ് അവിടെ ഉള്ളത്. സർക്കാരല്ല, ഒരു തട്ടിക്കൂട്ട് ഭരണകൂടം, അതാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അതുമായിട്ട് യാതൊരു രീതിയിലുള്ള ബന്ധവും വേണ്ട, റിലയബിലിറ്റി ഇല്ല എന്നുള്ള രീതിയിൽ ഇന്ത്യ അതിനെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേഷനൊക്കെ ഉണ്ടാവും, പക്ഷേ ഒരു അപ്രൂവൽ റേറ്റ് കൊടുക്കില്ല ഇന്ത്യ. അതാണ് ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും 2026 ഇലക്ഷൻ നടത്തി അവരുടെ ആ ഒരു ജനപിന്തുണ തെളിയിക്കേണ്ടതുണ്ട്. അത് തെളിയിച്ചു കഴിഞ്ഞാലാണ് ഇന്ത്യ ബംഗ്ലാദേശുമായിട്ട് കൂടുതൽ റിലേഷൻഷിപ്പ് മെച്ചപ്പെടുത്തുന്നതായിട്ട് ചിന്തിക്കത്തുള്ളൂ. അപ്പോൾ എന്തായാലും കുറേ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.